നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വളരെ തിരക്കേറിയിട്ടും നമ്മളോടൊപ്പം രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ പുതിയൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംരംഭം വേണമെങ്കിൽ പറയാം, ഒരു പ്രയത്നത്തിലാണ്. പുരുഷ കമ്മീഷൻ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചറിയാനാണ് രാഹുലിൻ്റെ വസതിയിലെത്തിയത്. രാഹുൽ ഈശ്വർ, നമസ്കാരം. നമസ്കാരം. അത് എനിക്ക് ഈ പേര് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ മഹാത്മാഗാന്ധിയെ വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. മഹാത്മാ എന്ന് പറഞ്ഞാൽ ആരും ആകാം, ഗ്രേറ്റ്നെസ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ജനിച്ച മഹാത്മാ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് മഹാത്മാഗാന്ധി ആയതുകൊണ്ട് ആ മഹാത്മാ എന്ന പേരിലെ ഐഡിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വളരെ റെലവെന്റ് ആയ ഒരു ఐడిയ ആണ്. എനിക്കറിയാമെന്നറിയില്ല, ഞാൻ കയ്യിൽ മഹാത്മാഗാന്ധിയെ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എന്റെ ഈ ടാറ്റു ആർട്ടിസ്റ്റ് പറഞ്ഞു ഒരുപക്ഷെ ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ ടാറ്റു ചെയ്തിട്ടുള്ള ഏക വ്യക്തിയായിരിക്കും. അപ്പൊ എനിക്ക് ആ മഹാത്മാ എന്ന് പറയുന്ന ഐഡിയ, മഹാത്മാഗാന്ധിയെ ഓർക്കാൻ രാഷ്ട്രീയക്കാർക്ക് പോലും സമയമില്ലാത്ത സമയത്ത് രാഹുൽ ഈശ്വർ അങ്ങനെയൊക്കെ ഓർക്കുന്നത് തന്നെ വളരെ ആശ്ചര്യമാണ് ഈ പ്രായത്തിൽ. എനിവേ, എന്തായിരുന്നാലും ആദ്യം തന്നെ മഹാത്മാഗാന്ധിയുടെ ഒരു പുസ്തകവും അവർക്ക് ഈ നമ്മുടെ പുരുഷ കമ്മീഷന്റെ ഷംസീറിന് കൊടുത്ത, സ്പീക്കറിന് കൊടുത്ത ഒരു കാറ്റലോഗും 51 MLA കണ്ടു. അപ്പം ചിലരെ കണ്ടു, ചിലർക്ക് കൂടുതൽ ആൾക്കാരെ കണ്ടു, അയച്ചു കൊടുത്തു. ഞാൻ ഡൽഹിയിൽ പോയി ഒരു 5 ദിവസം ക്യാമ്പയിൻ ചെയ്തു. അപ്പം വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ. പലപ്പോഴും ഇവിടെ പുരുഷന് സംസാരിക്കാൻ വേദികളില്ല, സപ്പോർട്ടീവായ എക്കോസിസ്റ്റം ഇല്ല. അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഫൈറ്റാണ്. അപ്പൊ അത് കവർ ചെയ്ത് അങ്ങേക്ക് മഹാത്മാ ന്യൂസിന് വളർന്നതാണ്. ആദ്യം അവർ നമ്മെ അവഗണിക്കും, പിന്നീട് അവർ നമ്മെ പരിഹസിക്കും, ശേഷം അവർ നമ്മോട് യുദ്ധം ചെയ്യും, അവസാനം നമ്മൾ വിജയിക്കും. ആരുടെയാണ് താങ്കളുടെ വിജയം? നമ്മളുടെ സിസ്റ്റം പലപ്പോഴും ഒരു സൈഡ് മാത്രമാണ് കാണുന്നത്. ഏത് സൈഡ് എന്ന് പറഞ്ഞാൽ, ഫെമിനിസത്തെ ഞാൻ ബഹുമാനിക്കുന്നു, വിയോജിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ ബഹുമാനിക്കുന്നു. ഒരു തീവ്ര ഫെമിനിസ്റ്റ് നിലപാടുകൾ മാത്രമേ നമ്മുടെ സിസ്റ്റം കാണുന്നു. ഇത് മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞതാണ്. അദ്ദേഹം അനീതിക്കെതിരെ പറഞ്ഞതാണ്. എപ്പോഴും അനീതിയോട് നമ്മൾ പോരാടാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഓർത്തു വെക്കണം, സിസ്റ്റത്തിന് അനീതി ഉണ്ടെങ്കിൽ ആ സിസ്റ്റം ആൾക്കാർ ആദ്യം നമ്മൾ ഈ അനീതി ചൂണ്ടിക്കാണിക്കുമ്പം അവഗണിക്കും, പിന്നീട് അവർ നമ്മളെ പരിഹസിക്കും, പിന്നീട് അവർ നമ്മളോട് എതിർത്ത് യുദ്ധം ചെയ്യും, എന്നിട്ട് നമ്മൾ ജയിക്കും. അങ്ങനെ തന്നെയാണ് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ ജയിച്ചത്. ഇയാൾ എന്ത് ചെയ്യാനാണ് എന്ന് മഹാത്മാഗാന്ധിയെ കളിയാക്കിയാണ് ഈ അർത്ഥജ്ഞാന ഫക്കീർ ആദ്യമായിട്ട് വിളിക്കുന്നത്. കുറച്ച് ഉപ്പും കുറച്ച് നിരാഹാര സത്യാഗ്രഹവും കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ, അതായത് ലോക ചരിത്രത്തിൽ ചെങ്കിസ് ഖാനും ബ്രിട്ടീഷ് എംപയറുമാണ് ഏറ്റവും വലിയ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തെ മുട്ടുകുത്തിക്കാൻ അഹിംസയിലൂടെ മഹാത്മാഗാന്ധിക്ക് കഴിഞ്ഞത് അദ്ദേഹത്തിന് സത്യമെന്നും ശരിയെന്നും ബോധ്യമുള്ള കാര്യങ്ങളോടായിരുന്നു അദ്ദേഹം മുമ്പോട്ട് പോയത്. അപ്പൊ ആ ബോധ്യമാണ് നമുക്ക് വേണ്ടത്. ഈ കാലഘട്ടത്തിന്റെ ബോധ്യം ഒരുപാട് പുരുഷന്മാർ വേദനിക്കുന്നുണ്ട്, വേട്ടയാടപ്പെടുന്നുണ്ട്. നമ്മളുടെ അച്ഛൻ, സഹോദരൻ, മകൻ, കൂട്ടുകാരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അതായത് ഒരു 25 വർഷം മുമ്പ് പറയുമായിരുന്നു, സമൂഹത്തിൽ നിന്ന് ഒരു ദുരനുഭവമെങ്കിലും ഉണ്ടാകാത്ത ഒരു പെൺകുട്ടിയെ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അത്രമാത്രം നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടാവും. വി വിൽ ഓൾ നോ. ഏതെങ്കിലും സമൂഹത്തിൽ നിന്ന് ഒരു ദുരനുഭവം ഉള്ള പെൺകുട്ടിയെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതേപോലെ അങ്ങടക്കം നമ്മുടെ സുഹൃത്ത് വലയത്തെ ആലോചിച്ച് നോക്കൂ, ഒരു വ്യാജ പരാതി എങ്കിലും നേരിടുന്ന പുരുഷനെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്? നമുക്ക് എല്ലാവർക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ നോക്കാം, നിങ്ങളുടെ സർക്കിൾസിലോ നിങ്ങളുടെ ഫ്രണ്ട് സുഹൃത്തുക്കളിലോ പരിചയക്കാരിലോ ഒരു വ്യാജ പരാതി എങ്കിലും നേരിടുന്ന ഒരു പുരുഷനെങ്കിലും നമുക്ക് അറിയാൻ പറ്റുന്നത് അത്രമാത്രം വ്യാജ പരാതികൾ വരുന്നതുകൊണ്ടാണ്. സിസ്റ്റം ഏകപക്ഷീയമായി ഈ തീവ്ര ഫെമിനാസിസത്തിന് കീഴ്പ്പെടുന്നത് കൊണ്ടാണ്. അതിനെതിരെയാണ് ഈ പോരാട്ടം. ഈ രാഹുൽ ഈശ്വർ ഒരു തന്ത്രി കുടുംബത്തിലൊരു അംഗമാണ്. ആ തന്ത്രി കുടുംബത്തിലൊരു അംഗം ഇതുപോലൊരു ഫെമിനിസ്റ്റിന് എതിരായിട്ട്, അതല്ല ഈ സ്ത്രീകൾക്കെതിരായിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ, അങ്ങനെ നേരത്തെ തന്ത്രി കുടുംബം തള്ളിയ ഒരു വാർത്തയുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. എന്നാലും ഇത് ഇറങ്ങുമ്പോൾ ഇതൊരു ഒറ്റയാൾ പോരാട്ടം, അല്ലെങ്കിൽ കുറച്ച് ആണുങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു പോരാട്ടമായിട്ട് അങ്ങേ ഒറ്റപ്പെടുത്താനുള്ള സാധ്യതയില്ല. അല്ല, അത് നേരത്തെ കടക്കണ്ടാത്ത ഒരു ചോദ്യത്തിലേക്ക് കടന്നോളൂ. എനിക്ക് സന്തോഷമുണ്ട്. അതായത് എന്റെ മുത്തശ്ശിക്ക് അനുകൂലമായി എൻ്റെ മുത്തശ്ശൻ 42 ലക്ഷം രൂപ സേവ് ചെയ്ത് വെക്കുകയും ഒരു ഇന്നോവ കാർ സേവ് ചെയ്ത് വെക്കുകയും ചെയ്തു. ഞങ്ങളുടെ തന്നെ കുടുംബത്തിലുള്ള ഒരാൾ അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും അതിനെതിരെ ഞാൻ കോടതിയിൽ പോയി വിജയിച്ച് ഹൈക്കോടതി മുത്തശ്ശിക്കും എനിക്കും അനുകൂലമായി വിധി തരികയും ചെയ്തു. ആ വ്യക്തി ആരെന്ന് ഞാൻ പേര് പറയുന്നില്ല. ആ വ്യക്തിയാണ് മുത്തശ്ശിയുടെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുവായ, ഞങ്ങളുടെയൊക്കെ ഏറ്റവും അടുത്ത ബന്ധുവായ മനുഷ്യനാണ് ഈ സോക്കോൾഡ് എന്നെ തെള്ളി പറഞ്ഞു. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാര്യം അദ്ദേഹത്തിനെതിരെ കോടതി വിധിയിലൂടെ ഞങ്ങൾ വിജയിച്ചതും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഡോക്യുമെന്റ് ഫോർജ് ചെയ്താണ് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയതാണ്. എന്റെ വിധിന്യായം ഈസിലി അവൈലബിൾ ആണ്. അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി 30 ലക്ഷം രൂപ, 42 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്
30 ലക്ഷം രൂപ ഇമ്മീഡിയറ്റ്ലി എന്റെ മുത്തശ്ശിക്ക് കൊടുക്കാൻ ആ സെറ്റിൽമെന്റിന്റെ ഭാഗമായി പറഞ്ഞതുമാണ്. അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല, അദ്ദേഹത്തിന്റെ വാക്കുകളെ ബഹുമാനിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലൊക്കെ ഉള്ള നിലപാട് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. 2, അതിശക്തമായി ഞാൻ ആദ്യം ഇതേപോലെ ശക്തമായ പോരാട്ടത്തിറങ്ങിയത് മറ്റൊരു പുരുഷന്റെ അവകാശത്തിന് കൂടിയാണ്. ആ പുരുഷൻ ദൈവമായ അവതാരമായ അയ്യപ്പനാണ്. ആ അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം സംരക്ഷിക്കാനും അതിനുവേണ്ടി പോരാട്ടത്തിലാണ്. അതും ഈ തീവ്ര ഫെമിനാസികൾക്കെതിരെയായിരുന്നു. അങ്ങേക്ക് ഓർമ്മ കാണും, ഇതേപോലെ തീവ്ര ഫെമിനിസ്റ്റുകൾ നമ്മുടെ ശബരിമലയിൽ കയറി അതിനെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് ഞാനടക്കം 5 തവണയോളം ജയിലിൽ പോയതും. ആദ്യം ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട എന്റെ മുത്തശ്ശിയാണ്, ദേവികേന്ദ്രജനോ എന്ന പേര്. രണ്ടാമത് അറസ്റ്റ് ചെയ്യപ്പെട്ട അമ്മയാണ്, അമ്മയുടെ പേര് മല്ലികാ നമ്പൂതിരി എന്നാണ്. പിന്നീട് ഞാനും പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും ഒക്കെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് അയ്യപ്പന്റെ, സാക്ഷാൽ ഭഗവാനായ ഞങ്ങളെല്ലാം അനുഗ്രഹിക്കുന്ന അയ്യപ്പൻ എന്ന പുരുഷൻ, അയ്യപ്പൻ ആണായിരുന്നല്ലോ, അയ്യപ്പൻ എന്ന പുരുഷൻ ദൈവമാണെങ്കിലും മനുഷ്യരൂപത്തിൽ വരുമ്പോൾ ആണാണ്. ആ പുരുഷന്റെ അവകാശങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ആദ്യം ഇറങ്ങിയത്. ബാക്കി പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് കൂടി വേണ്ടി ഇറങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷം.